ഒരു മുസ്ലിം അവന്റെ പൂർവികരെ അംഗീകരിച്ചു പോകുന്ന ആശയത്തിൽ നിൽക്കുന്നുവെങ്കിൽ അവനെയാണ് മുസ്ലിം എന്ന് പറയാ. ഒരു ബറക്കത്തുള്ള മനുഷ്യൻ അവനാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നില് മഹാനായ ഒരു സഹാബി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സഹാബിയുടെ നെറുകയിൽ കൈവച്ച് തലോടിയിട്ട് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ സഹാബിയുടെ നെറ്റിത്തടത്തിൽ രോമം മുളയ്ക്കുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അനബി തുഫൈൽ അന്ന റജുലൻ വുലിദ ലഹു ഗുലാം അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിബശറതി വജ്ഹിഹി വദഅ ലഹു ബിൽ ബറക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇബാറത്ത് വേണമല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ദ്വാരന്ന് മന്ത്രിച്ചു കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയോ? ആ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹി കൈവച്ചു കൊടുത്ത് രോമം മുളച്ചു. ഏതുപോലെ ഒരു അമ്പിന്റെ നാട പോലെ ആ രോമം അങ്ങനെ നീണ്ടു വരാൻ തുടങ്ങി. കുട്ടി വളർന്നു. സ്വതസിദ്ധമായ ആശയങ്ങളെ പിൻപറ്റാനുള്ള സർവ്വസ്വാതന്ത്ര്യത്തിലും ആ കുട്ടി ലയിച്ചു. പരിസരങ്ങൾ അങ്ങനെയാക്കി. ആ കാലഘട്ടം ഖവാരിജുകളുടെ അധിനിവേശം ഉണ്ടായിട്ടുള്ള കാല. ഖവാരിജുകളുടെ ചിന്തയിലേക്ക് കുട്ടിയുടെ ചിന്ത മാറുന്ന സന്ദർഭത്തിൽ ഹബീബായ നബി കൈവച്ചോടത്ത് മുളച്ചു വന്ന രോമങ്ങൾ പൊഴിയാൻ തുടങ്ങി. ആ രോമങ്ങൾ പൊഴിഞ്ഞു പോവാൻ തുടങ്ങി. ആ രോമങ്ങൾ പൊഴിയാൻ തുടങ്ങി. റസൂലുള്ള മനസ്സിലില്ലെങ്കിൽ അവന് ഹിദായത്തില്ല. ആ രോമങ്ങൾ പൊഴിഞ്ഞു പോയതിന്റെ ശേഷം വാപ്പയുടെ അഭിപ്രായങ്ങളും ഇടപെടലുകളും ആ മോന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഖവാരിജി ചിന്തന കുട്ടി തൗബ ചെയ്ത് പിന്നെ ഇസ്ലാമിലേക്ക് വീണ്ടും വന്നു. ആ സമയത്ത് ഫറദ്ദല്ലാഹു അലൈഹി ശഅറ ബഅദു, ആ കുട്ടിയുടെ നെറ്റിയിൽ പൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും മുളയ്ക്കാൻ തുടങ്ങി. ഫീ ജബ്ഹതിഹി വതാബ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ രാവിലെയും ഹദീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലില്ലാത്തവൻ പല പേക്കൂത്തുകളും വിളിച്ചു പറയും. അതിനെ മുസ്ലിം സമുദായം പുച്ഛിച്ച് തട്ടിക്കളയും. തലമുടി ചീകുമ്പോ ഒന്നോ രണ്ടോ ഒക്കെ താഴെ പോവും. ആരും അത് അന്വേഷിച്ചു പോവില്ല എന്ന് പറഞ്ഞ പോലെ ആരും അന്വേഷിച്ച് പിന്നാലെ വരില്ല. അവനവന്റെ ആവശ്യ അള്ളാഹുവിന്റെ ദീൻ, അതിലേക്ക് വരാ.